Duton LED lights with advanced German technology. Duton, നല്ല പ്രകാശം ദീർഘകാലം. 3, 4, 5, 6, 7. പൊട്ടിച്ചോ മോൻ, പൊട്ടിച്ചോ. പൊട്ടിക്കാൻ പറ്റുമോ നോക്കിയേ. അമ്മായിയെ ഞാൻ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. എന്താണ് അമ്മാവനോ? എപ്പോ മുതല്? അപ്പൊ ഞാൻ ഇന്നലെ വിളിച്ചപ്പോ അമ്മായി ഒന്നും പറഞ്ഞില്ലല്ലോ. എന്റെ അമ്മായി വിഷമാവൂന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാതിരിക്കേണ്ടത്. അമ്മാവന് അമ്മായിനെ തിരിച്ചറിയണില്ലേ? ചുമ്മാ വെറുതെ അമ്മ. എന്നിട്ട് എവിടെയും കൊണ്ടുപോയില്ലേ? അന്നൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ അങ്ങോട്ട് വരാം. വൈകുന്നേരം വരാം. ഓ ശരി ശരി. എന്റെ ദൈവമേ, മോനെ അമ്മാവനും അപ്പൂപ്പനും ആവൂന്ന് ഡാഡിനെ വിളിച്ച് പറയട്ടെ അമ്മ. ഹലോ ക്ലീറ്റോ. ക്ലീറ്റോ, അമ്മായി ഇപ്പൊ വിളിച്ചിട്ടുണ്ടായി. അറിഞ്ഞാ? എന്തെയും ക്ലീറ്റോ? എനിക്കറിയില്ല, അമ്മേനോട് പറഞ്ഞില്ല. ഇനി പറഞ്ഞാവോ? ആണോ? ഞങ്ങൾ എന്തായാലും വൈകുന്നേരം അങ്ങോട്ട് പോണുണ്ട്. ക്ലീറ്റോ എപ്പോ വരും? എന്റെ ക്ലീറ്റോ, ആ ദുഷ്മൻ സാറിനോട് ആക്രാന്ത് ആരോടെങ്കിലും പറഞ്ഞിട്ട് ഇന്ന് നിർത്തിയിട്ട് വാ. 2 ദിവസം കുടുംബത്തെ ഒരു ആപത്ത് വരുമ്പോ 2 ദിവസമൊക്കെ നിക്കാമോ ക്ലീറ്റോ? എന്തെങ്കിലും ചെയ്യും. ശരി, വൈകുന്നേരം പോകും. ശരി. മുത്തിന് അങ്ങോട്ട് വരാൻ പറയും മുത്തിനോട്. ശരി എന്നാ. വലിയൊരു പാർട്ടി. എന്താ എന്നാ എടാ? എന്നാ ചേച്ചി അമ്മായി വിളിച്ച? ഉച്ചേ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ വരുമോ ചേച്ചി? ദൈവത്തിനറിയാം, ഞാൻ ആദ്യമായിട്ട് കേൾക്ക ഇങ്ങനെയൊക്കെ. നിന്ന നിപ്പിന് ഒരാളുടെ ഓർമ്മ എങ്ങനെ പോകും? എനിക്കറിയാൻ പാടില്ല. പ്രായമായിട്ടായിരിക്കും. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാനതല്ല ഓർക്കണേ. അമ്മാവൻ വല്ല തലക്കടിച്ച് വല്ലയിടത്തും വീണാവോ? ഇനി ആരോടും പറയാഞ്ഞിട്ടാണോ? അത് ഞാൻ ചോദിച്ചു അമ്മയോട്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അമ്മായിക്ക് അറിയാൻ പാടില്ലാണ്ടായിരിക്കും. അമ്മായിനെ തിരിച്ചറിയത്തില്ലെന്ന് ചില സമയത്ത്. അപ്പൊ പിന്നെ നമ്മളെ ഒട്ടും അറിയത്തില്ലായിരിക്കും അല്ലേ? കൊറേ മിഠായി ഉണ്ട്, എന്റെ മക്കളെടുത്തോ. പഴയ പോലെ ആവോ? എനിക്കറിയില്ല കൊച്ചു, ഓർമ്മ പോയതാ. എനിക്ക് അങ്ങനെയൊന്നും അമ്മാനെ കാണാൻ പോലും തോന്നണില്ല. ഈശ്വര, ഇത് കേട്ടിട്ട് സഹിക്കാൻ പറ്റില്ല. അമ്മായിനെ കൊറേ ആശ്വസിപ്പിച്ച്, അതിന് ഭയങ്കര വിഷമം. കരയുമായിരുന്നു എന്റെ അടുത്ത്. ഉണ്ടാവൂല. എന്താണ് ഞാൻ പറയണേ? അവനെന്ത് ചെയ്യാ? പിന്നെ എന്തു പറയണ? വിഷമിച്ചിരിപ്പുണ്ട് അവിടെ. ഇതൊന്നും അമ്മ അറിയുമ്പോഴായിരിക്കും. ഒരു കാര്യം ചെയ്യാം, പണിയൊക്കെ വേഗം തീർക്കണ്ട. നമുക്ക് വൈകുന്നേരം ഞാൻ പറയാനാണ് അങ്ങോട്ട് പോണത്. മാമിക്കൊന്നും വേണ്ടപ്പോ. എനിക്ക് തൊണ്ടയ്ക്ക് വയ്യാത്തതുകൊണ്ട് മേടിച്ചതാ. നമുക്കേ കറി വെച്ചിട്ട് നമുക്ക് അപ്പൂപ്പന്റെ അടുത്ത് പോവാ. അച്ഛമ്പി, ആനക്കാണോ ആന കൊമ്പിനാണോ വില? കൊമ്പ് വിളി കൊണ്ടുവരുന്നതാണ്. ആനയുടെ അല്ലേ കൊമ്പ്, ആനയ്ക്കല്ലേ വില. അപ്പൊ പിന്നെ ഈ ആനെ കൊന്നിട്ട് കൊമ്പെടുത്തോണ്ട് പോകേണ്ട കാര്യം എന്ത്? ആന സഹിതം കൊണ്ടുപോയാൽ പോരെ? ആനയെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോടാ. ഹായ് കട്ടൻ, എനിക്കൂടെ ഒരു കട്ടച്ചൂട് കുറച്ച്. ഇപ്പഴല്ലേ കുടിച്ചത്? അല്ല, കട്ടൻ കൈ കണ്ടപ്പോഴേ ഒരു 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 ഇത്. എന്തത്? കുടിക്കാനുള്ള ഒരു ഒരു ഇത്. ഇതിന് പറയണതാണ് ആർത്തി. അത് പാടില്ല. അപ്പറ മച്ചമ്പി, അപ്പൊ ഈ കൊമ്പെടുക്കേണ്ട ഒരു ആനയെ കൊണ്ടുപോയാൽ പോരെ? നിനക്കിപ്പോൾ എന്താ വേണ്ടേ? അല്ല, ഇത് അറിയണം. അറിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് സാധ്യതകളുണ്ടോ എന്ന് മനസ്സിലാക്കട്ടെ. ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് ടെൻഷൻ?
കനക ഇതെന്താ നീ റെഡിയായില്ലേ? വാ പോവാ, ഞാൻ റെഡിയാവാൻ പോകുന്നു. നീ ഇങ്ങനത്തെ ടെൻഷൻ അടിക്കണ്ട എന്താടി? നമുക്കത് അറിയാം. എനിക്ക് വിഷമാണ്. എന്തിനാ? എനിക്കിപ്പോ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. അമ്മാവൻ ഉത്സവത്തിന് കൊണ്ടുപോകുന്നത് വള മേടിച്ചറിനൊക്കെ എനിക്കത് പറ്റില്ലായിരിക്കും. ഇത് 10-60 ദിവസം കഴിയുമ്പോൾ എല്ലാവർക്കും ഈ ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ വരും. എന്റെ സംശയം അതൊന്നുമല്ല. അമ്മാവൻ 60 വയസ്സായെങ്കിൽ അമ്മാവന്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. അമ്മ ചീരത്തോട്ടത്തിൽ കൂടി നീ നടക്കണേക്കാളും നല്ല അന്തസ്സായിട്ട് നടന്നുകൊണ്ടിരുന്ന മനുഷ്യനാ. എനിക്ക് തോന്നുന്നത് കാല് തെറ്റി എവിടെയോ വീണ് തല ഇടിച്ചിട്ടുണ്ട്. ആരോട് പറയാഞ്ഞിട്ട് അമ്മാവൻ. തലയിടിച്ചാലൊന്നും ഓർമ്മയ്ക്ക് ഒരു കുഴപ്പം വരത്തില്ല. അങ്ങനെ അത് എൻ്റെ ഓർമ്മ പണ്ടേ പോകണ്ടേ. എന്തോരം റോസ്മേരി ചില വെച്ച് തലക്കടിച്ചിട്ടുണ്ട്. ലില്ലിപ്പെണ്ണ് കണ്ടിട്ടില്ലേ? ഇത് തലക്കടിച്ചല്ലേ അത്? ഇതൊന്നും അല്ല, ഈ ഒരു പ്രായമാകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ആൾക്കാർ മറന്നുപോകും, വഴി മറന്നുപോകും, ചില വ്യക്തികളെ മറന്നുപോകും. അങ്ങനെയൊക്കെയുള്ള ഡിമെൻഷ്യ എന്നൊക്കെ പറയുന്ന ചില രോഗങ്ങളുണ്ടല്ലേ, ഡിമെൻഷ്യ എന്ന് പറയുന്നത് അത് ഈ ഓർമ്മക്കുറവിനുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണത്. ഒരു സിനിമയിൽ മോഹൻലാലിന് വരുന്നത് ഈ അസുഖമാണോ? അത് അതിന്റെ വേറെ സാധനം, അൾഷൈമേഴ്സ്. അത്ര മറവിയൊന്നും വരാനുള്ള പ്രായം അമ്മാവനായിട്ടില്ലല്ലോ. പ്രായത്തിനില്ല, അതൊന്നും അങ്ങനെയൊന്നും ഇല്ല. അതിൽ തന്നെ ഇതൊക്കെ ചികിത്സിച്ചാൽ മാറും. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ച് ബാക്കിയുള്ളവരെ പോയി കൂടെ ചികിത്സിച്ചാലൊന്നും മാറത്തില്ലത്. ഇത് ഒരുപാട് പേരിലുള്ള ഇതിന് ഷോക്ക് അടിച്ചാൽ എങ്ങാനും കിട്ടിയാലായി. ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട്. ചിലവർ മുണ്ടു തുണിയില്ല റോഡ് നടന്നു പോകത്തില്ലേ, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഷോക്ക് അടിപ്പിക്കാൻ പ്രാന്ത അല്ലെന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടി. പിന്നെ ഇതിന് പാരമ്പര്യമായിട്ടുള്ളൊരു പാരമ്പര്യമാണെന്ന് ലില്ലിപ്പണി അടുത്ത കലാമൊച്ചപ്പിക്കാൻ കൊണ്ടൊന്നും പഠിപ്പിക്കില്ല. മിണ്ടായിരുന്നോ അവിടെ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ അമ്മായി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അമ്മാവനെ കൂട്ടി വരുന്നുണ്ട് ഇങ്ങോട്ട്. അന്നേരം കരഞ്ഞു പിഴിഞ്ഞൊന്നും ഇവിടെ ഇരിക്കരുത്. ഇങ്ങോട്ട് വരട്ടെ, ഇവിടെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കാണിക്കാം. തങ്കച്ചേട്ടത്ത് ഇച്ചിരി സംയമനം പാലിക്കണം. നീ കാണാ ആ ഏരിയ വരും, ഞാൻ പറഞ്ഞേക്കാം. വെറുതെ ഒന്നും ആവശ്യമില്ലാത്ത ആൾക്കാരായിട്ട് ടെൻഷൻ എടുപ്പിക്കരുത്. ഞാൻ ഒന്നും പറയാം. ചേച്ചി ഒന്ന് കരയാതിരിക്കുക ചേച്ചി. ചേച്ചി ഒന്ന് അല്ല, നിങ്ങളെന്താ ഇവിടെ? നിങ്ങൾ കുറെ നേരമായി വന്നിട്ട്. അപ്പൊ വിളിച്ചു പറഞ്ഞിട്ട് വേണ്ട കുട്ടികളെ വരാൻ. എന്നാ ഞങ്ങൾ എവിടെയെങ്കിലും പോവോ? ഇതാരാ? അന്യന്മാരെ എന്തിനാ ഈ വീട്ടിൽ കയറ്റണേ? ഇല്ലത്തെ ഇങ്ങനത്തെ ഒന്നും കയറാൻ പാടില്ല. അവനെ പറഞ്ഞേക്ക്. ആ കുട്ടികൾക്ക് ചായയും ചോറും തച്ച വെച്ച് കൊടുക്ക്. വരുമ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വേണം വരാൻ ട്ടാ. അവനെ പറഞ്ഞേക്ക്. വിശ്വസിച്ചേ ഒരാളെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല. ഇപ്പം ഇവിടെ വേണ്ട, ഇവിടെ പോരെ. എങ്ങനെ ഉറങ്ങിയമ്മായി? ഓ, എന്തൊക്കെയോ പറഞ്ഞ് ഉറങ്ങി. എന്റെ പൊന്നെ, ഞാനോർത്ത് വർത്താനം കേട്ടപ്പോ ഉറങ്ങൂലായിരിക്കും. ഓ അതെ, അപ്പൂപ്പനും ആവുമെന്ന്. പക്ഷെ ഭക്ഷണം കഴിച്ചോണ്ടൊന്നും വലിയ കുഴപ്പമൊന്നും ആയിട്ടില്ല അല്ലേ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല കനക. ചില സമയങ്ങളിൽ മാത്രം ഇവിടെ വെച്ച സാധനം അവിടെ ചെന്ന് നോക്കുക, അവിടെ വന്ന സാധനം വേറെടുത്ത് ചെന്ന് നോക്കുക. ഇപ്പൊ കണ്ടോ, റൊണാൾഡിനെ പോലും മനസ്സിലായില്ല. എനിക്കതല്ല, ചിലപ്പോഴൊക്കെ എന്നെ മറന്നു പോവുക. അതിന്നൊക്കെ മാറ്റം വന്നില്ലേ? പിന്നെ നമ്മളെയൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയല്ലോ. ഇത് തിരിച്ചറിഞ്ഞു എല്ലാം ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. കാണുമ്പോൾ ആട്ടിപ്പായിക്കും. അതും അമ്മാവന് മനസ്സിലായി, അധികം പറ്റാണെന്ന് അറിയാമല്ലോ. അപ്പൊ ഓടാവുന്നു, അങ്ങനെ പറയല്ലേ. എനിക്കിതേ ഇനിയിപ്പോ ഇത് ഞാൻ പറയുമ്പോ എന്നെ കളിയാക്കരുത്. ഞാൻ പറയണത് എന്താന്ന് വെച്ചാല്, എനിക്ക് എന്റെ ബലമായ സംശയം മറ്റേ അപ്പുറത്തുള്ള പറമ്പിലെ ആളുടെ പേരെന്താടാ? അപ്പുമാമനല്ല, അമ്മായിയുടെ അമ്മാവൻ രാമേന്ദ്രൻ മാമൻ. മാമന് എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തോ പറ്റിയതാണ്. അയ്യോ, ഇപ്പൊ അമ്മായിക്കും ഇഷ്ടമല്ലല്ലോ. അമ്മ അങ്ങ് വിട്ടോ, അവൻ പൊക്കോളും. ഞാൻ പറയണത് എന്താന്ന് വെച്ചാല്, അങ്ങനെ എന്തോ കൂടോത്രത്തിൽ പറ്റിയേക്കണതാ. ഇത് നല്ലോണം ഒരു ജോത്സ്യനെ വിളിച്ചു നോക്കി ഒരു നേർച്ചയും ഒക്കെ കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അതേ വരുന്നമ്മ. എന്റെ പൊന്നു കുഞ്ഞെ, അമ്പലത്തിൽ പോകുന്ന കാര്യം മാത്രം പറയാൻ ഒക്കത്തില്ല. ഈ അസുഖം വന്നതിന് ശേഷം അമ്പലത്തിൽ പോകത്തുമില്ല, എന്നെയിട്ട് അമ്പലത്തിൽ വിടത്തുമില്ല. അമ്പലത്തിന്റെ പേര് പറഞ്ഞാൽ അപ്പൊ തുടങ്ങും വഴക്ക്. അമ്മായി വിഷമിക്കണ്ട. ഇപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ നാളെ നല്ല ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാം. ഞാൻ പറഞ്ഞ അങ്ങനെ ഡോക്ടറെ കാണിക്കണ്ട. എന്താടി അമ്പലത്തില്? അമ്മായി ഇവിടെ അമ്പലത്തിൽ പോകാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞതിനേക്കാൾ നല്ലൊരു ഡോക്ടറെ കാണുന്നില്ല.
അമ്പലത്തിൽ പോകത്തുമില്ല, എന്നെ വിടത്തുമില്ല. അമ്പലത്തിന്റെ കാര്യം പറയുമ്പോൾ തുടങ്ങും വഴക്കും ബഹളവും. അതെന്താ അങ്ങനെ? എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തോ സാത്താൻ കൂടിയേക്കണതാ. ചരട് പോലും ജപിച്ച് കെട്ടാൻ പറ്റത്തില്ല. എന്തീ പറയുന്നത്? ഒരു ചരടും വേണ്ട, ഒരു ഡോക്ടറും വേണ്ട. കൊടങ്ങാവളെ നല്ല ഒന്നാം തരം വൈദ്യനുണ്ട്, ഷാരടി. പുള്ളിയെ കൊണ്ട് കാണിച്ച് നെല്ലിക്കാത്താളം വെച്ച് തല തണുക്കുമ്പോണ്ടല്ലോ ഈ പോയ ഓർമ്മ തക്കനെ തിരിച്ചു വരും. നീ ചുമ്മാ ഇരുന്നാ മതി. എന്താണ്? വാ മച്ചമ്പി വിശക്കുന്നുണ്ടാവും അവന്. പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് നെല്ലിക്കാത്താളം വെച്ച് പോകുന്നതല്ലേ? നീ ഇടപെടണ്ട, അമ്മാവൻ്റെ അടുത്ത് ഞങ്ങൾ നോക്കിക്കോളാം. ഉറങ്ങില്ലേ? ആ, നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ എന്നെ കടത്തി ഇറക്കിയിട്ട് ഇവിടെ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ വന്നാണേ. ഞാൻ ഇന്നാളെ പറഞ്ഞല്ലേ ഞാൻ ഇനി പോവില്ലെന്ന്. നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. നീ എന്നെ കടത്തി ഇറക്കി അമ്പലത്തിൽ പോവും, എന്നിട്ട് കണ്ണി കണ്ട വഴിപാടൊക്കെ നേരും. അതെ, ഇവിടെ പറഞ്ഞേക്കരുത് കേട്ടോ. ഇവിടെ ഇരിക്കല്ലേ അമ്മാവ? അമ്മ പോയി കിടന്നുറങ്ങാൻ നോക്കും. നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? എന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ വന്നിരിക്കരുതെന്ന്. ഈ അർദ്ധരാത്രി കണ്ടോനൊക്കെ വീട്ടിൽ കയറ്റിട്ട് വല്ലതും കാണാണ്ട് പോയാ പോടാർന്ന്. ഞാൻ നോക്കിക്കോളാം അമ്മാവ. അമ്മാവൻ കേട്ടോ, ഞാൻ പറഞ്ഞിട്ടോളാം. ഇറങ്ങി പോടാർന്ന്. പൊയ്ക്കോളും. ഒരു കാര്യം പറയാൻ വേണ്ട. വന്നാ അമ്മ കിടന്നു. അമ്മ ഇവിടെ ചെല്ല. ഇരുട്ടൊക്കെ രണ്ടുപേരും കിട്ടും. ചെല്ലു പൊക്കോ. അത്രയും Duton LED lights with advanced German technology. Duton, നല്ല പ്രകാശം, ദീർഘകാലം. തമ്പി അവിടെ ഉണ്ടോ നോക്കിയതാടാ. തമ്പി ഏത് തമ്പി? സുലുവിന്റെ കെട്ടിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാരും അറിയാം, എന്നെ കണ്ടാ മാത്രമല്ല അറിയാത്തല്ലേ? സുലുവിനെ അറിയാം, തമ്പി അറിയാം, വാഴ അറിയാം, ചേന അറിയാം. ഇത് ഉടായിപ്പ് എന്തോ മറച്ചു വെക്കാൻ വേണ്ടിയുള്ള കള്ളക്കളി. തങ്കമ്മോ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കണ്ട ഊരുതണ്ടികളൊന്നും ഇവിടെ നിർത്തരുതെന്ന്. വാതിലും ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ വല്ലതൊക്കെ എടുത്തോണ്ട് പോയില്ലേ? പിന്നെ പറഞ്ഞയക്കി ഇവിടുന്ന്, പിന്നെ പറഞ്ഞയക്കി. ഞാൻ പറഞ്ഞതാണ് കേട്ടോ. വിശ്വാസം ഇല്ലാണ്ട് ഓരോരുത്തരെ വലിച്ചു കയറ്റരുത് ഇവിടെ. സത്യത്തിൽ കിളി പോയതാണ്. അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. എന്ത് പറയാൻ വേണ്ടിട്ട് ഇവിടെ വിളിച്ചു വരുത്തിയേക്കണത്? ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ സീരിയസ് ആണ്. യാതൊരു കാരണവശാലും ഇത് അമ്മായി അറിയരുത്. എന്ത് കാര്യം? അമ്മാവന്റെ ഈ മറവി രോഗം അഭിനയം. വേണ്ട, അതിനെ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. അഭിനയിച്ചിട്ട് അമ്മാവൻ എന്ത് കിട്ടാൻ? അതെനിക്കറിയത്തില്ല. ഞാനത് നിരീക്ഷണത്തിലൂടെ കണ്ടുപിടിച്ച കാര്യം. അതുകൊണ്ട് അച്ചാച്ചനല്ലേ കണ്ടുപിടിച്ചത്? അപ്പൊ എന്തായാലും അത് തെറ്റായിരിക്കും. എന്റെ പൊന്നു റൊണാൾഡോ, ദൈവത്തെ ഓർത്ത് നീ കണ്ടുപിടിക്കാൻ നടക്കണ്ട, ഒന്നിനും നടക്കണ്ട. ഞങ്ങളുടെ അമ്മാവനെ ഞങ്ങൾ എങ്ങനെയെങ്കിലും സുഖാക്കിക്കോളാം. അപ്പൊ എന്റെ കണ്ണി കണ്ട കാര്യങ്ങൾ നിങ്ങളത് പറയണ്ടേ? നിങ്ങൾ നീ സാധനം വെച്ചോർത്ത് കാണില്ലല്ലോ ഇത്. അവന് ഞാൻ ആ പത്രം വായിച്ചിട്ട് അവിടെ വെച്ചാണല്ലോ. ഇനി എനിക്ക് ഒരുപാട് വായിക്കണ്ട. പത്രം അവിടെ പത്രം അപ്പുറത്തിരിക്കുവല്ലേ? അതെന്തിനാണ് ഈ പത്രം അവിടെ കൊണ്ടുവയ്ക്കണത്? അവിടെ ആരെ പത്രം വായിക്കാൻ? ഇവിടെ ഞാനില്ലേ ഇവിടെ പത്രം വായിക്കാൻ? അവിടെ ഇരുന്നല്ലേ അമ്മാവൻ വായിച്ചത് കുറച്ചു നേരം. ഞാൻ അവിടെ ഇരുന്നാ വായിച്ചില്ലേ? അഭിനയം കൊണ്ടോ ശോ, എന്തൊരു മറവിയെ നോക്കി നോക്ക്. ഇതാണ് അഭിനയം. ഇതാണ് അഭിനയം. പോവിടുന്നു. ഇല്ലിപ്പണം നിനക്കിപ്പോ എന്നിലുള്ള വിശ്വാസം? എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ഇത് കണ്ടുപിടിച്ച് ഞാൻ കണ്ടുപിടിച്ച സത്യമാണെന്ന് ഞാൻ വരുത്തി. കലാമച്ചൻ എഴുതുന്നുണ്ട്. എനിക്ക് സീരിയസ് ആയിട്ട് മച്ചമ്പെടുത്തൊരു കാര്യം പറയാനുണ്ട്.
കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എൻ്റെ അന്വേഷണ പാഠവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. എന്ത്? അമ്മാവൻ്റെ മറവി രോഗം അഭിനയം പക്ക. അമ്മാവൻ്റെ ആ മറവി രോഗം അഭിനയം അടവാണ്. ഞാൻ മനസ്സിലാക്കി. എനിക്കതിൻ്റെ സാമ്പിൾ കിട്ടി. കണ്ടോ? നീ എവിടെ പോയതാ? ഞാൻ ജോലിക്ക് പോയ. ജോലിയോ? എന്ത് ജോലി? പോലീസിലല്ലേ? താടി വെച്ച പോലീസോ? എടാ ഒരു കാര്യം ഞാൻ പറയാം, വെറുതെ രാഷ്ട്രീയം കളിച്ച് ജീവിതം കളയണ്ടാട്ടാ. ഞാൻ ഈ സസ്പെൻഷനിലായോണ്ട് താടി വെച്ചിരിക്കുന്നു. ഓ, കനകനല്ലേ? സസ്പെൻഷനിലാണല്ലോ അല്ലേ? രാഷ്ട്രീയം ക്ലീറ്റോ? അതാ. എന്തൊരു മറവിയല്ലേ. എങ്ങനെ ഇരിക്കുന്നു? എന്നിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കണം. വിശക്കുന്നു എന്നൊരു സംശയം, അത് ക്ലിയർ ചെയ്യാം. ഭയങ്കര നാളത്തെ ആഗ്രഹം മച്ചമ്പിടി ഓർഡർ അടിക്കണമെന്നുള്ളത്. അന്നിരുന്ന് താഴ്ച വെറുതെ വായിക്കാത്ത മണം തകഞ്ഞെടുത്ത് വിടും. ഭയങ്കര ഒരു പാവിയാണ് ഞാൻ. മാമിന് അടവാതില്ല തെറ്റി സാരല്ല. എല്ലാം മറന്ന് സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ മക്കള് പോലുമില്ല. മൊത്തം മറന്നു പോകുന്നതിന് ചീരത്തോട്ടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട്. മനസ്സിലായില്ല എന്താ പറഞ്ഞത്? മൊത്തം മറന്നു പോകുന്നതിന് മുമ്പേ ചീരത്തോട്ടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എഴുതി വെപ്പിക്കണം. ഒന്നും കാര്യമില്ല, അതൊക്കെ നമുക്ക് വെച്ചതോളാം. ഒഴിച്ചോ ഒഴിച്ചോ മദ്യം. അല്ലെ ഇതെന്താ? അതെ, ഒരു ആഗ്രഹം പറഞ്ഞപ്പോ നീ പോയില്ലേ? നിന്നോട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞല്ലേ? എടാ എന്ത് ധൈര്യത്തിലാടാ ഒരു പരിചയമില്ലാത്ത അന്യന്റെ കൂടെ മദ്യം കഴിക്കണ്? അവൻ തന്നെ കുളിപ്പിച്ച് കിടത്തിട്ട് വല്ലത് കട്ടോണ്ട് പോയാലോ? ഇവരെ പറഞ്ഞു വിടാനുള്ള ഒരു ഇതാണത്. പറഞ്ഞു വിടാൻ വേണ്ടിട്ട് ഒരു സാധനം പറഞ്ഞു. നീ ഇപ്പൊ പൊക്കോണം പോ. ഇത്ര നാളും അവന്റെ ആഗ്രഹത്തിനാണ് ഞാനും വന്നിരുന്നത്. തറ പിടിക്കണ്ട അല്ല, ഇത് നീ ചുമ്മാര്. നീ കുറച്ചു കൊടുത്താൽ കേട്ടോ. കൊറേ ദിവസമായി കഴിച്ചിട്ടേ, കുറച്ച് ദിവസമായി. ആണോ? അത് മറന്നു കൊണ്ടാ. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മാവ? കനക ഒരെണ്ണം കൂടി വെക്കാം. പോരെ? അതെ, ദിവസമായില്ലേ ഇവിടെ ക്ലാസ് എന്ത് ചെയ്ത്? ഞാൻ സങ്കടം. റൊണാൾഡോ മോനും ഒരെണ്ണം കൊടുക്കേ. റൊണാൾഡിന് ഒരെണ്ണം കൊടുക്കുക. കഴിച്ചടാ കഴിച്ചോ. ലേറ്റസ്റ്റ് ഇല്ലാച്ചിട്ട് വിഷമിക്കണ്ട, നീയും കഴിച്ചോ. ഒരെണ്ണം കൂടി വെക്കും. നീ കഴിച്ചില്ലേ? എന്റെ പേരാന്ന് വിളിച്ച പിന്നെ എന്റെ പേരെ വിളിച്ച് ഓർമ്മയുണ്ടോ? അടങ്ങിരടാ ഒന്നും അടിച്ചാണ്. നോക്കട്ടെ മതി, പയ്യ. ആ എന്ത് പറ്റി അമ്മാവാ? ക്ലീറ്റമോനൂടെ ഉണ്ടെങ്കിൽ ഒരു രസാ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അവൻ മീറ്റിങ്ങിന് പോണതിന്റെ അന്ന് നമ്മളൊരു കൂടുതൽ കൂടിയില്ലേ? എന്ത് രസായിരുന്നില്ലേ? അന്നിപ്പോ വാള് വെച്ച് നല്ല രസായിരുന്നു.
നിന്റെ സസ്പെൻഷൻ എന്നാ തീരുക? എന്താ സസ്പെൻഷൻ എന്നാ തീരുക? ജോലിയിൽ ചേരണ്ടേ? അതിപ്പോ ഇതിന്റെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുന്നല്ലോ, ട്രയലും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഉടനെ അത് ശരിയാവുമായിരിക്കും. ഞാനെന്തായാലും ക്ലീറ്റ വന്നിട്ടേ പോളൂ. 4 ദിവസം ഇവിടെ അടിച്ചു പൊളിക്കാം നമുക്ക്. എങ്ങനെ പോണ്ട മിണ്ടായിരിക്കണ എവിടേക്ക് പോണ്? ഇവിടെ ഇരിക്കുക. നീ ഇവിടെ വേണം. ക്ലീറ്റോ ഇല്ലെങ്കിൽ നീ വേണം. തങ്കത്തിനും കുട്ടികൾക്ക് വെക്കാൻ നിന്നെ നല്ല ഇഷ്ടമാണ്. നീ കുടുംബത്തിലെ എല്ലാ കാര്യവും നോക്കി ഇവിടെ നിൽക്കുക കേട്ടോ. ഞാൻ മോട്ടിച്ചോണ്ടു അതൊക്കെ തന്നെ പറഞ്ഞു. എന്താ ഈ പ്രാന്തം പറഞ്ഞത്? വെറുതെ പിച്ചും പഴയും പറയുന്നത്. സത്യം പറയാലോ, മാമന് ഒരു ഓർമ്മ കുറവുമില്ല. മാമ അഭിനയിച്ച മാമൻ ഇങ്ങനെ ജീവിതത്തിൽ ഓരോരോ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തോരം അഭിനയിച്ചിരിക്കുന്നു. അങ്ങനെ ഇതും മാമൻ്റെ ഒരു അഭിനയം. എന്തിനു വേണ്ടി? എൻ്റെ അമ്മായിനാണ് അറിയില്ലേ, എനിക്കിപ്പോൾ 10-60 വയസ്സായില്ലേ. ഈ കണ്ടവരുടെ വാക്ക് കേട്ടിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിക്കണം എന്നും പറഞ്ഞിട്ട് കണ്ട ജ്യോത്സ്യന്മാരുടെ അടുത്തും സ്വാമിമാരുടെ അടുത്തും പോയിട്ട് അവർ പറയുന്ന വഴിപാടുകളൊക്കെ നടത്തി ഞാൻ എത്ര അമ്പലത്തിൽ സൈനപ്രശ്നം നടത്തിയാലോ. ഇതാ പുറത്തെ തോലൊക്കെ പോയിൻ്റെ. ഇപ്പം അതാ വേറെ ഏതൊരു സ്വാമി മുട്ടടിക്കാൻ പറഞ്ഞേക്കും, വേറെ ഏതൊരു സ്വാമി മല കയറാൻ പറഞ്ഞേക്കും. എന്ത് പറഞ്ഞാലും അവൾ കേൾക്കില്ല അച്ഛാ. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവൾ പിണങ്ങിയ കുടുംബജീവിതം പോയോ. അപ്പോൾ ഒരു ദിവസം ഇവള് പറഞ്ഞപ്പോൾ ഞാൻ ചൂടായിട്ട് എന്നാലും അങ്ങനെ പറഞ്ഞിട്ട് മറന്ന പോലെ കാണിച്ച് എന്തൊക്കെ ചൂടായി പറഞ്ഞപ്പോൾ ഇവള് പേടിച്ചു. ഇനിയാണ് ഞാൻ അടിക്കാനുള്ളത്. ഇനിയാണ് ഞാൻ അടിക്കുന്നത്. എന്റെ പേര് ഓർമ്മയുണ്ടോ? റൊണാൾഡേ അവൻ കഴിയില്ല. കരയുമ്പോ പ്ലാൻ ഭയങ്കര പ്ലാനായിരുന്നു. അത് നമ്മുടെ മാമന്റെ ഓർമ്മ വെച്ചിട്ടില്ലേ, കുടുംബ തന്തചിത്രന്മാർ. ഓ അത് ശരി. അപ്പൊ കൊടുത്തിട്ട് വാങ്ങ അല്ലേ? നിങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റില്ലടാ. ഇവിടെ ഇരുന്ന ആരോടും പറയില്ല. ഇപ്പൊ പോയ എല്ലായിടത്തും പറയും. Aliens